ഷോൺ ജോർജ്. അതായത് ഇത് പിണറായിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മറുപടി പറഞ്ഞു. നേരത്തെ അങ്ങ് അത് പറഞ്ഞു വന്നതുമാണ്. ചർച്ചയിലൊക്കെ ഇടതു സഹയാത്രികനായി ഇടതു നിരീക്ഷകനായി വന്നിരിക്കുന്ന റജി ലൂക്കോസ് സുരേഷ് ഗോപിയുടെ മുഖം കർത്താവിൻ്റേതായി മാറ്റി ചിത്രീകരിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണ് സംഘികളുടെ കർത്താവ്, സംഘിഭവനങ്ങളിലെ കർത്താവ് എന്ന് പറഞ്ഞ്. നോക്കൂ, ഒരിടത്ത് അവസാനിക്കാതെ ഇങ്ങനെ തുടരുന്ന ഒരു പ്രക്രിയയായി ഈ ആക്ഷേപിക്കൽ തുടരുന്നുവെങ്കിൽ അതിന് ബോധപൂർവമായ ഒരു ശ്രമമുണ്ടോ എന്ന് സംശയിക്കേണ്ടതില്ലേ? ഇവരെല്ലാം കഴിഞ്ഞ കുറെ കാലമായി ഈ അപമാനിക്കല് എന്നുള്ള ഉദ്ദേശത്തിനപ്പുറത്തേക്ക് പ്രീണനം എന്ന് പറയുന്ന, ഇവിടെ അപമാനിച്ചുകൊണ്ട് മറുവശത്ത് പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഉദ്ദേശമാണ് ഇവരുടെ പുറകിലുള്ളത്. ഇന്ന് ഞാൻ സമയം അധികം ഞാൻ എടുക്കില്ലെങ്കിൽ പോലും ഒരു കാര്യം, എന്നെ ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് കുവൈറ്റിൽ നിന്നും ഒരു സുഹൃത്ത്, കാഞ്ഞിരപ്പള്ളിക്കാരനായ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. എന്നെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ഞാനൊരു മുസ്ലിം സഹോദരനാണ്, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയേക്കുന്ന വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ വിളിച്ചത്. ഞാൻ ആ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് വേദനിക്കാനുണ്ടായ കാര്യം, ഒരു സമുദായത്തിലെ ചെറിയൊരു ശതമാനം വരുന്ന തീവ്രവാദികളെ സൂചിപ്പിക്കാൻ ഹമാസ് ഐക്യദാർഢ്യവും ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളെ അധിക്ഷേപിക്കുന്നവർ പ്രശസ്തി പത്രങ്ങൾ നൽകി ആദരിക്കലും നടത്തിയപ്പോൾ ഒന്നും നിങ്ങൾ വിചാരിച്ചില്ല നസ്രാണികൾ ഇങ്ങനെ ഒരു പണി തരുമെന്ന് എന്ന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഞാൻ പറയട്ടെ, ആ വ്യക്തി അദ്ദേഹത്തോട് ഞാൻ ഏറെക്കുറെ 10 മിനിറ്റോളം സംസാരിച്ചു. അദ്ദേഹം ഒരു മതേതരവാദിയാണ്. പക്ഷേ ഒരു സമുദായത്തിലെ നിസ്സാര ശതമാനത്തിൽപ്പെടുന്ന വിഘടനവാദികളും ഈ രാജ്യത്തിനെ സ്നേഹിക്കാത്തവരുമായ തീവ്രവാദികളുമായ ഒരു വിഭാഗം ആളുകളെ നമ്മൾ പരാമർശിക്കുമ്പോൾ ആ സമുദായത്തെ മുഴുവനാണ് അതിൽ പരാമർശിക്കുന്ന എന്ന ചിന്താഗതി ഒരു സമൂഹത്തിന് മുഴുവൻ കൊടുക്കാൻ കഴിയുന്ന ഇവിടുത്തെ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ തീവ്രവാദ സമൂഹത്തിന് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇത് വിപുലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല. ഇവിടെ പാലസ്തീൻ ഗാസയില് ഒരു ആക്രമണം ഉണ്ടായി. അവിടെ പാലസ്തീനിൽ കയറി ഒരു രാത്രി കൊണ്ട് 1200ഓളം ആളുകളെ കൊന്നൊടുക്കി. 1200ഓളം ആളുകളെ കൊന്നൊടുക്കുകയും ഗർഭസ്ഥ ശിശുവിനെ വയറുകീറി പുറത്തിട്ടി വെട്ടിക്കൊല്ലുന്ന സാഹചര്യം വരെ ഒരു രാത്രിയിൽ ഉണ്ടായിട്ട് അതിനെതിരെ ഇവിടെ ഒരു പ്രതിഷേധമില്ല. പിന്നീട് ഇസ്രായേൽ തിരിച്ച് ഗാസയിൽ ആക്രമണം നടത്തി. ഞാൻ അതിനെ എതിർക്കുന്നു. ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, ഇവിടെ സ്ത്രീകളും കുട്ടികളും തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി അറിയുന്നതും യുദ്ധത്തെ നമ്മൾ എല്ലാവരും എതിർക്കേണ്ടത് തന്നെയാണ്. ഞാൻ അതിനെ എതിർക്കുന്നു. പക്ഷേ അവിടെ തിരിച്ച് ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമല്ല പറയേണ്ടത്. അവിടെ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ശ്രമത്തെ, അവർ നടത്തിയ കൂട്ടക്കുരുതിയെ അപലപിച്ചതിന് ശേഷം വേണമായിരുന്നു ഹമാസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ. ഇവിടെ ഹമാസ് ലോകമെമ്പാടും തീവ്രവാദ സംഘടനയെന്ന് സൗദി പോലും വിശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദ തലവനെ കോഴിക്കോട് ഓൺലൈൻ വെർച്വൽ ആയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ സംസാരിപ്പിച്ചു. രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. ഇന്ത്യ എടുത്തൊരു നിലപാടിന് വിരുദ്ധമായി ഇവിടെ ഹമാസ് ഭീകരനെ കേരളത്തിൽ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്? ഏത് അവസ്ഥയിലാണ് പോകുന്നത്? ഈ പിണറായി തന്നെയാണ് പണ്ട്, ഈ പിണറായിയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയെ കൊണ്ടാണ് പണ്ട് രൂപത എന്ന് പറഞ്ഞാൽ രൂപത എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാംസ്കാരിക മേഖലയിൽ ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകളെല്ലാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് പിണറായിയും MA ബേബിക്ക് ചിന്തിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതാരാ? പിതാക്കന്മാരെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ഇതേ പിണറായിയാണ്. അപ്പൊ ഇതിനിടയിൽ അപമാനിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു വശത്തൂടെ ഒരു പ്രീണനവും കൊണ്ടുപോകുന്നു. ഇവിടുത്തെ പ്രശ്നം അതാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണ്. ഇവിടെ ഇവിടെ മതേതരത്വം വിളമ്പുന്ന ഇവരാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ. 2016 മുതൽ പിണറായി ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രക്രിയ 2020-21 മുതൽ UDF-ഉം അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഈ പ്രീണനത്തിലൂടെ മാത്രം ഇവിടുത്തെ പോപ്പുലേഷനിൽ വന്നിട്ടുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, ഒരു സമുദായത്തിന് പോപ്പുലേഷനിൽ വന്നിട്ടുള്ള ഗ്രോത്ത്, അതിവിടുത്തെ 2 പ്രബല മുന്നണികളെയും അന്തരാക്കിയിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിക്കപ്പെടും.
ശരി. ഇത് ആവർത്തിക്കപ്പോൾ ഡോക്ടർ ബി ജയരാജ്, ഈ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്ന ആക്ഷേപം മറ്റു പാർട്ടികൾ വയ്ക്കുന്നുണ്ട്, സ്വന്തം പാർട്ടിക്കാർ അടക്കി പറയുന്നുമുണ്ട്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ പത്തനംതിട്ടയിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗം രാജു എബ്രഹാമിൻ്റെ ചിത്രം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ട് ഒരു കമൻ്റ് അടിച്ചു. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന്. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയുണ്ടായിരുന്നു എന്ന് ഉറക്കെ പറച്ചിൽ. ഇന്ന് മറ്റൊരാൾ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പറയുന്നു വിമർശിക്കുന്നവർ ശത്രുക്കളല്ല എന്ന്. അങ്ങനെ അവിടെ ചില തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉറക്കെ കേൾക്കുന്നുണ്ട് സാർ. അത് തിരുത്തലായി കണ്ട് പരിഗണിക്കാൻ പറ്റാത്തത്ര വിധം ഒരാൾ ഇങ്ങനെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയാത്തത്? ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള വേദികളുണ്ട്. ആ വേദികളിൽ ചർച്ചകൾ നടക്കും. അത് ബ്രാഞ്ച് തലം തൊട്ട് ലോക്കൽ തലം തൊട്ട് ഏരിയ തലം തൊട്ട് ജില്ലാ തലം തൊട്ട് സംസ്ഥാന തലം, പിന്നെ സെൻട്രൽ കമ്മിറ്റി, പിന്നെ പോളിറ്റ് ബ്യൂറോ, അങ്ങനെയാണല്ലോ ഘടന. അതിന് ഓരോ ഘടനയിലും രാവോളം ഇരുട്ട് വെളുക്കോളം ഒക്കെ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ഇതിനേക്കാളും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭീകരമായ വിമർശനങ്ങളും എല്ലാ നേതാക്കന്മാരെ കുറിച്ചും ഉണ്ടാവാറുണ്ട്. അതൊന്നും നടക്കുന്നില്ല, ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല, ഒന്നുമില്ല എന്നൊന്നും കരുതരുത്. അങ്ങനെ ഒരു ഇരുമ്പ് മറയിലുള്ള പാർട്ടിയൊന്നും അല്ല ഇത്. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനനുസരിച്ച് നടപടിയെടുത്തിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്, ഓപ്പണായിട്ട് ഈ സാധനമായിട്ട് അലക്കുന്നത് എന്തിനാണ് എന്നതൊരു പ്രധാനപ്പെട്ട, അത് പാർട്ടി അച്ചടക്കത്തിന്, അതായത് ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ അയാളുടെ വ്യക്തിപരമായ ഒരു ഇഷ്ടമായിരിക്കും. രാജീവ് എബ്രഹാമിനോട് അല്ലെങ്കിൽ മറ്റേ തിരുവല്ലയിലെ അങ്ങേർക്ക് അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവും. ആ വ്യക്തി താല്പര്യത്തിന് ഉപരിയാണല്ലോ പാർട്ടി താല്പര്യം. അപ്പൊ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനേക്കാൾ ഭേദമാണ് രാജീവ് എബ്രഹാം. രാജീവ് എബ്രഹാം നല്ല നേതാവാണ്, മന്ത്രിയാവാൻ യോഗ്യനായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയാവേണ്ടുന്ന ആളാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട നേതാവാണ്. തോമസ് ഐസക്ക് അതുപോലെ തന്നെ പാർലമെന്റ് മെമ്പർ ആവാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഇവിടുന്ന് വിട്ടതിൽ. അതിനകത്തൊന്നും യാതൊരു എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം അത് പറയേണ്ടുന്ന വേദികളുണ്ട്. ആ വേദികളിൽ പറയുക, അത് ആരെ വേണമെങ്കിലും വിമർശിക്കാമല്ലോ. ഇപ്പൊ എല്ലാവരും അങ്ങ് പഞ്ചവച്ച അടക്കിയിരിക്കുക എന്നാണോ വിചാരം? അല്ല, ഇപ്പൊ ഈ വിമർശനത്തിന്റെ ആഴം കൂടുന്നത് എന്താണെന്നറിയോ? വിമർശനത്തിന്റെ ആഴം കൂടുന്നത് എല്ലാ CPMകാരും നവമാധ്യമങ്ങളിലൂടെ അല്ലാത്ത വേദികളിലൊക്കെയും പറയുന്നൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ്സുകാരിടുന്നത് കാക്കിക്കളസമാണ് എന്ന്, കാവിക്കളസമാണെന്ന് പറയും. പക്ഷേ അണികളുടെ വോട്ടിപ്പോൾ അധികവും പോയത് BJPക്ക് പോയത് CPMൻ്റേതാണ്, ഇടതുകക്ഷികളുടേതാണ്. പി ശിവൻകുട്ടി എത്രമാത്രം പിന്നിലേക്ക് പോയെന്നറിയോ? മന്ത്രി ബിന്ദുവിന്റെ മണ്ഡലത്തിൽ എത്രമാത്രം പിന്നോട്ട് പോയെന്നറിയോ? കഴക്കൂട്ടത്ത് മുൻ മന്ത്രിയുടെ മണ്ഡലത്തിൽ എത്രമാത്രം പിന്നു. അവിടെയെല്ലാം ഒന്നാമതെത്തിയത് ആറ്റിങ്ങൽ പോലും, ഇടത് കോട്ടയെന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ പോലും ഒന്നാമത് വന്നത് BJP ആണ്. തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും ലോക്കൽ ബോഡി പൊളിറ്റിക്സിന്റെയും മൂന്നിന്റെ പൊളിറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഇത്രയേറെ വോട്ട് ചോർച്ച BJPക്ക് വേണ്ടി, അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്നത് കോൺഗ്രസിലേക്ക് നിങ്ങളുടെ വോട്ടുകൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല. ആ കാലമൊക്കെ പോയി സാർ. അരിവാൾ ചുറ്റിയ നക്ഷത്രം കാണുമ്പോൾ പോയി അറിയാതെ കുത്തിപ്പോകുമെന്ന കാലം കഴിഞ്ഞുവെന്ന സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിലൊരു സംശയവും വേണ്ട. അങ്ങനെയൊന്നും സൂചനയൊന്നുമില്ല. അറിയാതെ ആളുകളെ വിലയിരുത്തി തന്നെ വോട്ട് ചെയ്താൽ മതി. പിന്നെ BJP എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ആയത്? CPMകാർക്ക് BJP ഒരു ഓപ്ഷൻ ആയത് എങ്ങനെയാണ്? അവിടെ ഒരു സ്പേസ് ഉണ്ടായത് എങ്ങനെയാണ്? CPMകാർക്ക് BJP ഓപ്ഷൻ ഒന്നും ആയിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് BJP തൃശ്ശൂരിൽ പോലും, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്, ഈ പറഞ്ഞ തൃശ്ശൂരിൽ പോലും പറയുന്നുണ്ട് മുരളീധരന്റെ വോട്ടാണ് കുറഞ്ഞത്, TN പ്രതാപൻ പിടിച്ച വോട്ടിന്റെ 80,000-ഓളം വോട്ടുകൾ മുരളീധരന് കിട്ടിയില്ലെന്ന്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആർക്കാണ്? MLA-മാർ ആർക്കാണ്? 1.5 ലക്ഷത്തോളം വോട്ടാണ് കുറഞ്ഞത്. അതെവിടെ പോയി? 12,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതലാണ് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടിയത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോഴല്ലേ? നിയമസഭയായിട്ട് താരതമ്യം ചെയ്യുമ്പോഴോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നേ, ഇത് എന്തൊരു കമ്പാരിസനാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അടുത്ത തവണ മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കും. ലോക്സഭയിൽ വേറൊന്നാണല്ലോ, ലോക്സഭയിൽ വേറൊന്നാ, ഇന്ത്യ മുന്നണിയാണല്ലോ, അങ്ങനെ മത്സരിച്ചൂടെ? രണ്ടും രണ്ടാണെങ്കിൽ അത് മത്സരിക്കാന്നുള്ളത് നരേന്ദ്രമോദിയെ പുറത്താക്കുക, നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 400 പാറൊന്നും പോവാതെ ഇത്രയെങ്കിലും പിടിച്ചു കെട്ടാൻ പറ്റിയത്. അതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ഒരു പ്രഭാവത്തിനകത്ത്, ഈ ഒരു പ്രൊപ്പഗണ്ടയ്ക്കകത്ത് വീണുപോയനായിരുന്നു.
അതാണ് അതിന്റെ വാസ്തവമേ. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. പിന്നെ നിരന്തരമായി മാധ്യമങ്ങൾ വഴി നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ, സത്യവും അസത്യവും, നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മൾ പോസ്റ്റ് ട്രൂത്ത് ഇറയിലാണ് ജീവിക്കുന്നത്. എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വീണ്ടും നുണ വാർത്തകളും കെട്ടുകഥകളും കെട്ടിച്ചമച്ച് പുറത്തേക്ക് വിട്ട് അങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു ട്രെൻഡ്, ഓരോ കഥാപാത്രങ്ങളും ഓരോ സമയത്ത് കൊണ്ടുവരും. ആ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് ജനങ്ങളുടെ സെന്റിമെന്റ്സിനെ, എലക്ഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ സെന്റിമെന്റ്സിനെ വർക്ക്ഔട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അന്നേരം പല ആളുകളും വരും. പെൻഷൻ കിട്ടാത്ത ഒരു മറിയ ചേച്ചി വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു പുതിയ കഥാപാത്രത്തിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ 6ാം വാർഡിൽ കിടക്കുന്ന ഒരു രോഗിയുണ്ട് കൊണ്ടുവരും. ഇതൊക്കെ എത്ര നാളുണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ഇമോഷണൽ പാറ്റേണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ കുറെ നാളായിട്ട് നടത്തുന്നുണ്ട്. നല്ല കാര്യങ്ങൾ എത്ര എടുത്ത് പറയാറുണ്ട്? വളരെ കുറച്ച് മാത്രമാണ് പറയുന്നത്. നല്ല പ്രവർത്തികൾ എത്ര ചൂണ്ടിക്കാണിക്കാറുണ്ട്? ഒന്നും ചൂണ്ടിക്കാണിക്കാറില്ല തന്നെ. എന്ത് ചെയ്താലും കുറ്റം, എങ്ങനെ ചെയ്താലും കുറ്റം, ഇങ്ങനെ അടച്ചാക്ഷേപിക്കലല്ലാതെ കുറെ നാളുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ. ഇടതുപക്ഷക്കാർ തന്നെ തിരുത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഷോൺ ജോർജിന് പോകാൻ ഒരല്പം ധൃതിയുണ്ട്, അതുകൊണ്ടാണ്. ഷോൺ, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നുണ്ടായ സ്വാഭാവിക പ്രതികരണമാണോ മുഖ്യമന്ത്രിയുടേത്? അതായത് തോറ്റു, അമ്പേ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സ്വന്തം പക്ഷത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ തന്നെ ഇങ്ങനെ പറയുന്നതിൽ പെട്ടെന്നുണ്ടായ ക്ഷോഭമാണോ, അതോ പിണറായി വിജയനായതുകൊണ്ട് അത് ബോധപൂർവമാണോ? ഞാൻ ആദ്യം തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹത്തിന്റെ പാനലിസ്റ്റിന്റെ ഇതിനൊരു മറുപടി പറയാം. ഒരു എമോഷണൽ ഒരു അപ്രോച്ച് മാധ്യമങ്ങളുടെ ഭാഗത്തും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരു എമോഷണൽ അറ്റാച്ച്മെന്റ് അപ്രോച്ചിൽ തന്നെയാണ് 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച സംഭവിച്ച പിണറായി വിജയന്റെ 2ാം ഗവൺമെന്റ് ഉണ്ടായത്. അന്ന് എന്താണ്, ഒരു കിറ്റ് കൊണ്ട് കൊടുത്തപ്പോ, അല്ലെങ്കിൽ ഒരു പ്രളയകാലത്ത് എടുത്ത നടപടിയുടെ പേരിൽ, ഇതൊക്കെ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? ആ പ്രളയത്തെ മുഴുവൻ വിറ്റുകാശാക്കി, ആ കിറ്റിനകത്ത് പോലും അഴിമതി നടത്തി. പക്ഷേ അത്തരത്തിൽ അതിനെ അങ്ങനെ ഒരു ഇമോഷണൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമോഷണൽ അപ്രോച്ചിനെ ഏറ്റവും ഗുണകരമായി ഉപയോഗിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയുടെയും ഭരണത്തിന്റെയും വിലയിരുത്തലാകുമെന്ന് പറഞ്ഞ ഞങ്ങളാരുമല്ല, നിങ്ങൾ തന്നെയാണ്. അത് അദ്ദേഹത്തിന് പിണറായി വിജയനായിട്ടുള്ള പാരയായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയാം, പിണറായി വിജയന് നന്നാകാൻ ഉദ്ദേശമില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണം, ഇന്നലെ പറഞ്ഞു ഞാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. ആ തെറ്റു തിരുത്താൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവും അതിന്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവുമാണ് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ സഹയാത്രികനായ ഒരു പിതാവിന്റെ ഉപദേശത്തെ ഇങ്ങനെ തിരസ്കരിക്കുക മാത്രമല്ല അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തത്. ഇത് ഒക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വിഭാഗം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായ ഒരു പ്ലേസിംഗ് കിട്ടിയപ്പോൾ ഒരടി നിങ്ങൾക്ക് തന്നു. ഇനി വരുന്ന 26-നും 25-ന് 2025-ൽ വരാമെന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026-ൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നു. ഒറ്റ ചോദ്യം കൂടി, ഈ ഗീവർഗീസ് മാർ കുറിലോസ് ഇങ്ങനെ വിമർശിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ഒരു പത്രം തന്നെ എഡിറ്റോറിയൽ പേജിൽ അച്ചടിച്ചു വയ്ക്കുന്നു, ധാർഷ്ട്യം പിണറായി വിജയനുണ്ട്, SFIയുടെ അക്രമമുണ്ട്, അതായത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിന് തെളിവാണ് എന്നൊക്കെ. സുപ്രഭാതം EK സുന്നി വിഭാഗം സമസ്തയുടേതാണ്. അതിനെന്തുകൊണ്ടായിരിക്കും മറുപടി വൈകുന്നത് അല്ലെങ്കിൽ മൗനം പാലിക്കുന്നത്? വാ തുറക്കാൻ പിണറായി വിജയന് ധൈര്യം ഉണ്ടാകുമോ? സമസ്തക്കെതിരെ വാ തുറക്കാൻ പിണറായി വിജയന് ധൈര്യം ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, എത്രയോ വിഷയങ്ങളുണ്ടായി. സജി ചെറിയൻ മന്ത്രി സൗദി പോയിട്ട് തിരിച്ചു വന്ന് ഈ ഗണപതി മിത്താന്ന് പറഞ്ഞതിന്റെ പിറ്റത്തെ ആഴ്ചയല്ലേ ആ സംഭവം ഉണ്ടായത്. സൗദി പോയിട്ട് വന്ന് അവിടെ വാങ്ക് വിളിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി. 1 മണിക്കൂർ എടുത്തോ തിരുത്താൻ? ഒറ്റ മണിക്കൂർ. ഇന്നും ഷംസീർ അദ്ദേഹം പറഞ്ഞ തെറ്റാന്ന് തിരുത്താൻ തയ്യാറായിട്ടില്ല. അപ്പോ ഇവിടെ എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന എത്രയോ പേരുടെ പോസ്റ്റ്, ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ്, എത്രയോ പേരുടെ കർത്താവ് ഈശോമിശിഹായുടെ രൂപവും സുരേഷ് ഗോപിയുടെ മുഖച്ഛായ വെച്ച് ആ രൂപത്തെ കേരളം മുഴുവൻ പ്രചരിപ്പിച്ചില്ലേ ഇവര്? തന്റെ ഇടമുണ്ടോ ഇവർക്ക് അങ്ങനെ ഏതെങ്കിലും മറ്റു സമുദായത്തിൽപ്പെടുന്ന ആളുകളെ, ഈ പറയുന്ന സമുദായത്തിൽപ്പെടുന്ന ആരുടെയെങ്കിലും ഒരു ഫോട്ടോ വെക്കാൻ, അവരുടെ പേര് പരാമർശിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വെല്ലുവിളിക്കുന്നു. ഇതുപോലെ ഇന്ന് കാണിച്ച പോലെ ഇന്ന് ക്രൈസ്തവ സമുദായത്തോട് യേശു ക്രിസ്തുവിനോട് കാണിച്ച ഈ അവഹേളനം മറ്റേതെങ്കിലും സമുദായത്തോട് കാണിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു.
ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു അനുബന്ധ ചോദ്യമാണ്. അതായത് മുൻപ് ഇലക്ഷന് പലപ്പോഴും ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്, ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ BJPയുടെ മുന്നേറ്റം അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ? അതൊക്കെയല്ലേ ഒരു ഇടതുപക്ഷക്കാരനായ തിരുമേനിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിപ്രായ പ്രകടനമായി ഇത് മാറുന്നത്? പല മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ വളരെ പിന്നിലേക്ക് പോകുന്നു. ഇടതുപക്ഷത്തിൻ്റേതെന്ന് സ്വയം വിശ്വസിച്ചൊരു മണ്ഡലത്തിൽ മൂന്നാമതാകുന്നു. ഇതിന് ആറ്റിങ്ങലിലേക്ക് വന്നാൽ കോൺഗ്രസ്സുകാർ പോലും പറയുന്നുണ്ട്, മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയല്ലാതെ പ്രചാരണം നടത്തിയ ഒരാൾ അവിടെ ജയിക്കുന്നു, അടൂർ പ്രകാശ്. ഇത്തവണ ജയിക്കേണ്ട എന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ ആഗ്രഹം. എന്നിട്ട് പോലും തിരുവനന്തപുരത്തെ മുഴുവൻ മെഷീനറിയും ഇറക്കി സ്വന്തം ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്നു വി ജോയ് എന്ന അതികായൻ ആറ്റിങ്ങലിൽ. അതാകട്ടെ കഴിഞ്ഞ തവണ ഒഴിച്ചു നിർത്തിയാൽ അതൊരു ഇടത് കോട്ടയാണെന്ന് എടുത്തു പറയേണ്ടി വരും. ഞാൻ ആ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. അതായത് തിരുത്താൻ ശ്രമിക്കുന്നവരെ തളച്ചിടുന്നത് BJPയുടെ മുന്നേറ്റത്തിന് കാരണമാകില്ലേ? ശ്രീ കൃഷ്ണരാജ്, ഈ ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടു. അതിലൊന്ന്, ഇടതുപക്ഷങ്ങൾക്ക് ഇപ്പോഴത്തെ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പരിഗണനാ വിഷയമെങ്കിൽ 140 നിയമസഭാ സെഗ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കേവലം 19 സീറ്റുകളിൽ മാത്രമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ സ്ഥാനാർത്ഥികൾ LDF കാൻഡിഡേറ്റ്സ് ഒന്നാം സ്ഥാനത്ത് വന്നത്. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി 11 ഇടത്ത് ഒന്നാം സ്ഥാനത്ത് വന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കേവലം 8 സീറ്റുകളാണ്. UDF 110 പരം സീറ്റുകളിലാണ് മുന്നിൽ വന്നത്. അപ്പം ഇത് ഒരു സൂചന. ഇതേ കാര്യം നിയമസഭയിൽ ആവർത്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത് മറ്റൊരു കാര്യം. പക്ഷേ ഇതൊരു സൂചനയാണ്. നാളുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യതകളിലേക്ക് ഉള്ള ഏർലി ഇൻഡിക്കേഷനാണ്. അതുമാത്രമല്ല, വോട്ട് ഷെയർ നോക്കൂ, 45% വരെ. ഇനി ലോക്സഭ നിയമസഭയെ നമ്മൾ മാറ്റി നിർത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് പരിഗണനാ വിഷയമെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 45%-നോടടുപ്പിച്ചായിരുന്നു UDFൻ്റെ വോട്ട് ഷെയർ. അത് 2% ഇടിഞ്ഞ് 43.12% മാറുക. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയറിലും ഇടിവ് സംഭവിച്ചു. 35% നിന്നും 34%-ലേക്ക് 1% ഇടിവ് സംഭവിച്ചു. അവിടെ വേണമെങ്കിൽ പറയാം UDFന് 2% ഇടിവും LDFന് 1% ഇടിവും സംഭവിച്ചു. സീറ്റ് നില ഏതാണ്ട് ഒരുപോലെ തന്നെ തുടർന്നു. എന്നാൽ BJPക്ക് 15% നിന്നും 19.6%-ലേക്കുള്ള വളർച്ച. BJPക്ക് മാത്രമല്ല, NDA മുന്നണിക്ക് 20 സീറ്റുകളുടെ മൊത്തം ടാലിയാണ്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഒരു ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം. അവിടെ തന്നെ 4 മണ്ഡലങ്ങൾ എണ്ണിപ്പറയാം: തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ഒരു പരിധിവരെ ആലപ്പുഴയും. ആലപ്പുഴ മണ്ഡലവും ആറ്റിങ്ങൽ മണ്ഡലവും കടുത്ത ഇടത് സ്വഭാവമുള്ള, അടിസ്ഥാനപരമായി പരമ്പരാഗതമായി ഇടത് സ്വഭാവമുള്ള മേഖലകളാണ്. ഇല്ലേ? വിപ്ലവ മണ്ണെന്നാണ് ആലപ്പുഴയുടെ വിപ്ലവ മണ്ണെന്നാണ് അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു. വി മുരളീധരന് ആറ്റിങ്ങലിൽ ഒരു അതിശക്തമായ ട്രയാങ്കുലർ കൗണ്ടർ. പക്ഷേ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്നത് ആറ്റിങ്ങലിലാണ്. അത് അപ്രതീക്ഷിതമായ. അപ്പം ഇവിടെ കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ടുകൾ പോലും ഭാഗികമായി BJPയിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടതൊരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഇതായിരുന്നല്ലോ ത്രിപുരയിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായി ഈ പറയുന്ന നമ്മൾ ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ അതാണല്ലോ കുർലോസ് പറഞ്ഞതും. അതാണ് കുർലോസ് തിരുമേനി നല്ല വായനയുള്ളൊരു, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ്, വ്യക്തിപരമായി അടുത്തറിയാവുന്ന ഒരാളാണ് കുർലോസ് തിരുമേനി. കുർലോസ് തിരുമേനിക്ക് നല്ല ആഴത്തിലുള്ള വായനയുണ്ട്. അതിലെ അഭിപ്രായങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ പറയുന്നൊരു പതിവുണ്ട്. ഹി ഡസൻറ്റ് മിൻസ് വേർഡ്സ്. അപ്പോൾ ഉള്ളത് തുറന്നു പറയുകയാണ്. അപ്പോൾ അതിനകത്തെ ഒരു ആർജവം കാണാതെ പോവുകയും അതിനെ രാഷ്ട്രീയ വിമർശനം കേവലം ഒരു മതമേലധ്യക്ഷൻ്റെ രാഷ്ട്രീയ വിമർശനമായി മാത്രം തുച്ഛീകരിച്ച് കാണുകയും ചെയ്ത ഒരു പ്രവണത, അത് വളരെ നിർഭാഗ്യകരമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പം ഇവിടെ തിരുമേനി പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ്? ബംഗാളിൽ സംഭവിച്ചത് അതെന്താണ്? ഈ ക്ലാസ് ക്യാരക്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹാസ് അണ്ടർഗോൺ എ റാഡിക്കൽ ചേഞ്ച്.
എന്താണ് ക്ലാസ് ക്യാരക്ടർ? അടിസ്ഥാന വർഗ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അടിസ്ഥാന വർഗത്തിൻ്റെ, അതായത് കർഷകരുടെയും അടിസ്ഥാന വർഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ നന്ദിഗ്രാമും സിംഗ്രൂറും വ്യവസായ ഭീമന്മാർക്ക് തീരെഴുതി കൊടുക്കുന്ന, അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ ടാറ്റ കമ്പനിക്ക് വേണ്ടിയും ഒരു കെമിക്കൽ ഹബ്ബ് തുടങ്ങാൻ വേണ്ടിയും ഈ രണ്ട് സ്ഥലങ്ങളിലെ കർഷകരെ കുടിയൊഴിപ്പിച്ചതിനുള്ള ഒരു നാച്ചുറൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. അത് ഐഡിയോളജിക്കാണ്. തിരുമേനി അതിനെ കാണുന്നത് പ്രത്യയശാസ്ത്രപരമായ ഒരു നൈർമല്യം പുലർത്താൻ ബംഗാളിലെ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അത് ഗുണ്ടായുധവും ക്ലാസ് ക്യാരക്ടറിൽ നിന്നുള്ള അപജയവും സംഭവിച്ചു. സമാനമായ അന്തരീക്ഷം ത്രിപുരയിലും സംഭവിച്ചു. അവശേഷിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്താണ് കേരളം. അവിടെയും അടിസ്ഥാനപരമായ ക്ലാസ് ക്യാരക്ടർ, അല്ലെ, വർഗ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെ ക്ലാസ് ക്യാരക്ടറിന് മാറ്റം വന്നാൽ അതിന് അർത്ഥം എന്താ? ഓണർഷിപ്പ്, ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. അപ്പം രാഷ്ട്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വിഭവങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം മാറി സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുന്ന ഒരു നയം. അപ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് ഇടത് മനസ്സുള്ള തിരുമേനിയുടെ ഭാഗത്ത്. അപ്പോൾ തിരുമേനി ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, CPM-നെയോ CPI-യോ മാത്രമല്ല, മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, അടിസ്ഥാന വർഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ചേഞ്ച് ഓറിയൻറ്റഡ് ഫിലോസഫി മാത്രമേ തിരുമേനി ഇടതെന്ന് പറയുന്നുള്ളൂ. ആ അർത്ഥത്തിൽ തിരുമേനി ഒരുപക്ഷെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. അതൊരു ആക്ഷേപമല്ല, മറിച്ച് യാഥാർത്ഥ്യമായി തിരുമേനി പറയുകയാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അടിസ്ഥാനപരമായ ഇടതുപക്ഷത്തിൻ്റെ രീതികളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ മാത്രമേ ജനസാമാന്യത്തിന് മനസ്സിൽ സ്ഥാനം കാണൂ എന്ന ഒരു ഉപദേശമാണ് തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സഭയുടെ പരിപ്രേക്ഷ്യം കൊടുത്തില്ല. യാക്കോബ സഭയുടെ മുൻ നിരണം ഭദ്രാസന മെത്രാപ്പോലിത്ത എന്ന നിലയിൽ അല്ല അദ്ദേഹം അത് പറഞ്ഞത്. ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ തിരുമനസ്സിന് പറയാം. തിരുമേനിക്ക് ഔപചാരികമായ ഒരു ചുമതലയില്ല. ഒരു കാര്യം കൂടെ ഓർക്കണം, പലപ്പോഴും അധികാര സ്ഥാനങ്ങളോട് അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനോഭാവമുള്ള ഈ കാലത്ത് മതമേലധ്യക്ഷന്മാർ പോലും, എനിക്ക് വളരെ ചെറുപ്പകാലത്ത് തന്നെ എനിക്കിത് വേണ്ട, നിങ്ങളൊക്കെ അനുഭവിച്ചോളൂ, ഞാൻ സഭയിൽ തുടരുന്നു, തിരുമേനി പദത്തിൽ തുടരുന്നു, പക്ഷേ എനിക്ക് ഭദ്രാസനത്തിൻ്റെ ഔപചാരിക അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല വേണ്ട എന്ന് പറഞ്ഞ് ധൈര്യമായി മാറി നിന്ന ഒരു വളരെ ധീരനായ ഒരു വിപ്ലവകാരിയാണെന്ന് ഞാൻ പറയും ഗിവറീസ് മാർ കുർലോസ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ തുച്ഛീകരിക്കാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം. സമയപരിമിതിയുണ്ട്, വളരെ പെട്ടെന്ന് ഉത്തരം പറയണം. ഡോക്ടർ B. ജയരാജ്, അതായത് വിമർശിച്ചവരെ വിവരദോഷികളാക്കുന്നത്, തൊട്ടു മുമ്പ് പൂർത്തിയായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തൽക്കാലത്തേക്കൊരു താക്കീത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇടതുപക്ഷക്കാരിൽ ചിലരെങ്കിലും മാറ്റി വോട്ട് ചെയ്തത്, തൽക്കാലത്തേക്ക് മാറി ചിന്തിച്ചത്, പാർട്ടിയിൽ നിന്ന് അവരെ കൂടുതൽ അകറ്റാനല്ലേ ഇത്തരം പ്രവണതകൾ സഹായിക്കും? ഇതിനകത്ത് അതിന് മറുപടി പറയുന്നതിന് മുമ്പിലേ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ഈ ഷോൺ ജോർജ് പറഞ്ഞ കുറെ കാര്യങ്ങൾ, നമ്മൾ ഈ ഡാനിഷ് കാർട്ടൂൺ വരച്ച ആ നാട്ടിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ അസഹിഷ്ണുതരായിട്ട് പെരുമാറാൻ ജീസസ് ക്രൈസ്റ്റിന്റെ പടം വെച്ചിട്ട് ഒരുപാട് ജോൺ എബ്രഹാമിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്, ഒബാമയെ കമ്പയർ ചെയ്തിട്ടുണ്ട്, എന്തിന് ജോർജ് ബുഷിനെ അവരെ വരച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു ഇൻടോളറൻസും കാണിക്കാത്ത ഒരു മതമാണ് ക്രിസ്തുമതം എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലായതുകൊണ്ട്, കോളേജിൽ പഠിച്ചതും ക്രിസ്ത്യൻ കോളേജിലായതുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അതിനിടെ കൂടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കണമെന്ന കാര്യമൊന്നുമില്ല. അതൊരു കാർട്ടൂൺ അല്ല, ഒരു കാരിക്കേച്ചർ എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി എന്നാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാത്ത എന്താണെന്ന്, സുപ്രഭാതമല്ലല്ലോ, ഏതാണ് ആ പത്രത്തിനെ കുറിച്ച് പറയാത്തത് എന്താണെന്ന് പറയാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ. തിരികേശ വിവാദം ഉണ്ടായപ്പോൾ അത് ബോഡി വേസ്റ്റ് ആണ്, ആരുടെ ആണെങ്കിലും മുടിയാണെങ്കിലും നഖമാണെങ്കിലും ബോഡി വേസ്റ്റ് ആണെന്ന് ഈ പിണറായി വിജയൻ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ എല്ലാ കാലത്തും എല്ലാരെയും കുറിച്ച് പറയണം നിർബന്ധം. ഒരാളെ കുറിച്ച് പറഞ്ഞ ഉടനെ മറ്റു സമുദായത്തെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ മറ്റു സമുദായത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ നീതിമാനായ ഒരു ഭരണാധികാരിയുടെ ലക്ഷണം. എവിടെ തിരുത്തുണ്ടെങ്കിലും അങ്ങനെ ഉറക്കെ പറയണ്ടേ? ചിലരെ മാത്രം ഫേവർ ചെയ്യുക, ചിലർക്കെതിരെ മാത്രം പെട്ടെന്ന് മറുപടി പറയുക. പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഇനി നികർഷജീവി എന്ന് മുമ്പ് പറഞ്ഞതാണല്ലോ, പിന്നെ വിവരദോഷി കൂടി പറയണ്ടല്ലോ. അങ്ങനെ ആ സമയത്താണ് പറയുന്നത് ഇത് പ്രവാചകന്റെ മുടിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് നഖമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ആരുടെ ആണെങ്കിലും ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അത് ബോഡി വേസ്റ്റ് ആണ് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട്. അത്
കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഇൻടോളറന്റ് ആയിട്ടുള്ള ഒരു സെക്ടിനെതിരെയാണ് പറഞ്ഞതെന്നും കൂടെ ആലോചിക്കണം. അങ്ങനെ പറഞ്ഞ ഒരാളാണ് പിണറായി വിജയൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള രീതികളെയും അങ്ങനെ നമ്മൾ ചെറുതായിട്ട് കണ്ടുവിടാം. അപ്പൊ അതിനകത്ത് അതൊക്കെ പഴയ പിണറായി ആയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം തന്നെ സമീപകാലത്ത് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാചകമാണ്. ശരി ഡോക്ടർ ബി ജയരാജ്, ഒടുവിലത്തെ ചോദ്യം ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. തുടങ്ങിയ അതേ ചോദ്യം തന്നെ, എന്നിട്ടും ധാർഷ്ട്യം അവസാനിക്കുന്നില്ലെന്നോ? ചില സ്വഭാവ വിശേഷങ്ങൾ, ഈ ഡെമഗോഗറി എന്നൊരു വാക്കുണ്ട്, അതായത് ഒരു വലിയ തോതിലുള്ള ഒരു വലിയ നേതൃഗുണമുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുകയും അനേകരെ തന്നിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന സ്വയം ഒരു ചിന്തയാണ്. അപ്പോൾ അത് മെഗലോമാനിയ എന്ന രൂപത്തിലേക്ക് അത് വരികയാണ്. അപ്പം അങ്ങനെ മെഗലോമാനിയാക്കായി വരികയാണെങ്കിൽ പലപ്പോഴും ഈ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന വാചകങ്ങൾ മാത്രമേ ഹൃദ്യമായി തോന്നൂ. അത് പലപ്പോഴും അത് ഒരു ഭരണാധികാരിയുടെ മാത്രം കുഴപ്പമല്ല, അത് പലയിടങ്ങളിൽ പല ഭരണാധികാരികളിലും ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭരണാധികാരിയുടെ ലക്ഷണമെന്ന് പറയുന്നത് സ്വയം ആത്മപരിശോധന നടത്തുക. എന്നിട്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികൾ, ചരിത്രപരമായ അഭ്യുദയകാംക്ഷികളായ ആളുകൾ പറയുന്നത് ഗൗരവത്തിലെടുക്കുക. എനിക്ക് എവിടെയെങ്കിലും പിഴച്ചോ എങ്കിൽ എനിക്ക് അത് തിരുത്താനുള്ള അവസരമാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ. അത് ശ്രീ ഉമ്മൻചാണ്ടിയെ നോക്കൂ. ഉമ്മൻചാണ്ടി പറഞ്ഞു, നിങ്ങൾ വിമർശിക്കണം, എന്നെ വിമർശിക്കണം, എനിക്ക് തിരുത്താനുള്ള അവസരം കിട്ടുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പം അങ്ങനെ ആർജവം കാട്ടുന്ന നേതാക്കളുണ്ടാവണം. അല്ല എങ്കിൽ പലപ്പോഴും ഇത് വലിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുന്ന ഒരു വലിയ ജനസാമാന്യം ഇപ്പോഴും കേരളത്തിലുണ്ട്. അവരുടെ വേദനയാണ് ഒരു പക്ഷേ തിരുമേനി ആർട്ടിക്കുലേറ്റ് ചെയ്തത്. ഇപ്പം എവിടെ പോയി യഥാർത്ഥ കടുത്ത ഇടതുപക്ഷ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെ അകലം പാലിച്ച് നിൽക്കുകയാണ്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ടി പി ചന്ദ്രശേഖരൻ്റെ ബ്രാൻഡിലുള്ള ആളുകൾ. അപ്പോൾ അവരെല്ലാം അകലം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ വർഗ സ്വഭാവത്തിന് പാർട്ടിയിൽ മാറ്റം വരുന്നു, അടിസ്ഥാന രീതികളിൽ മാറ്റം വരുന്നു. അതിന് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില നിലപാടുകൾ കാരണമാകുന്നു, വിഘാതമാകുന്നു. അത് തിരുത്തിപ്പോകാനുള്ള അവസരമാണ് ഈ തിരുമേനിയെ പോലുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്ന് വരുന്നത്. അതിന് ചെവി കൊടുത്താൽ ഒരു പക്ഷേ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാനൊക്കും. ശരിയാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖമെന്ന്. ചന്ദ്രനെന്നല്ല, സൂര്യനെന്നാണ് അവർ തന്നെ പറയുന്നത്. കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ എന്നൊക്കെ ആവർത്തിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. മറിച്ച് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് പാടില്ല, വിവരദോഷി എന്ന് തിരിച്ചു വിളിക്കലാണോ യഥാർത്ഥ കമ്മ്യൂണിസം എന്ന ചോദ്യം പ്രസക്തമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ ഇനിയും ചില ദിവസങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഷോൺ ജോർജ്, ഒക്കെ ഡോക്ടർ പ്രകാശ് പി തോമസ്, ഡോക്ടർ ബി ജയരാജ് ജനൻ ഡിബേറ്റിൽ ഒപ്പം ചേർന്നതിന്, അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.